നീ സാറിനോട് സംസാരിച്ചിട്ട് വാ. സർ, വാട്ട് എ സർപ്രൈസ്. ഞാൻ എക്സാമിന്റെ ടെൻഷനിലാ വന്നത്, പക്ഷെ സാറിനെ കണ്ടപ്പോ ഫുൾ എക്സൈറ്റഡ് ആയി. അതിരിക്കട്ടെ, സാറിന്റെ എവിടെ? ഓ മൈ ഗോഡ്. തനിക്കൊരു ഓൾ ദി ബെസ്റ്റ് പറയാൻ വന്നതാ. ആണോ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താൻ എക്സാം കഴിഞ്ഞ് വരുന്നതും കാത്തിരിക്കുക ഞാൻ ഓഫീസിൽ. സാറ് പറഞ്ഞ ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഓഫീസിൽ വരാൻ തയ്യാറാണ് സർ. നോ, എക്സാം ആണ് പ്രധാനം. തന്റെ അച്ഛന്റെ സ്വപ്നമാണത്. ഓർമ്മയുണ്ടല്ലോ പണ്ട് പറഞ്ഞതൊക്കെ? ഓർമ്മയുണ്ട് സർ. സത്യം പറഞ്ഞ സാറിനെ കണ്ടപ്പോ എന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി. ഇന്ന് ഞാൻ അടിപൊളിയായിട്ട് എക്സാം എഴുതും, ഉറപ്പാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഒരു മിനിറ്റ്. ഇറ്റ്സ് എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. താൻ ഇത് വെച്ച് വേണം പരീക്ഷ എഴുതാൻ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാർ ഇതുവരെ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. യു മെയ്ഡ് മൈ ഡേ. താങ്ക്സ് എ ലോട്ട്. ഇതെന്തേത്? എവിടെ നീ ബോൾ? ഇത് ഞങ്ങള് വന്ന ഓട്ടോയിലെ ഡ്രൈവർ ചേട്ടൻ തന്നത് സർ. നമ്മുടെ കെട്ടുവന്മാരോടാണ് പറഞ്ഞതെങ്കിൽ അപ്പ അടി കിട്ടിയേനെ. ആണോ? എടി, ഞാൻ എന്റെ ഭർത്താവിനെ വെള്ളം കോരാനല്ലേ പറഞ്ഞു വിട്ടുള്ളൂ, അല്ലാതെ നിന്റെ വീട്ടിൽ വന്ന് എത്തി നോക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ വായ അടച്ചോണ്ടിരി അവിടെ. അതെ, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഈ പെണ്ണുമ്പിള്ളയോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? ഇവര് ഭർത്താവിനെ കൊണ്ട് വീട്ടു ജോലി എടുപ്പിക്കുകയും ചെയ്യും, മോളെ ആരെങ്കിലും കൂടെ ലോകം ചുറ്റാൻ വിടുകയും ചെയ്യും. അതാണ് ഇവരുടെ തനി സ്വഭാവം. അതെ, നിങ്ങൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. അയൽക്കാരനാണെന്നൊന്നും ഞാൻ നോക്കൂല. അനാവശ്യം പറഞ്ഞ ഞാനും പറയും ചിലതൊക്കെ. എവിടുന്നോ വലിഞ്ഞു കയറി കോളനി വന്നിട്ട് ഇവിടെ ഉള്ളവരെ ഭരിക്കാൻ വന്നിരിക്കുന്നു. എവിടുന്നോ കയറി വന്നതല്ല, ചേട്ടൻ എന്റെ വീട്ടിൽ വന്നതാ. എന്റെ വീട്ടിലെ ഒരു അംഗം. സരോജം, എന്താ ഇവിടെ സംസാരം? നീങ്ങൊന്ന്. നിങ്ങൾ ചുമ്മാതിരിക്കും മനുഷ്യ. നമ്മുടെ മോടെ ഇയാളുടെ മോന് കല്യാണം കഴിച്ചു കൊടുക്കാത്തതിന്റെ ചൊരിക്ക ഇയാൾക്ക്. എന്റെ മോളെ പോലെ ഒരു മരുമോളെ കിട്ടാൻ നിങ്ങളുടെ മോനെ എന്ത് യോഗ്യതയുള്ളത്? പറഞ്ഞേ കേൾക്കട്ടെ ഇവിടെ ഉള്ളവര്. ചേട്ടന്റെ മോന്റെ യോഗ്യത അവിടെ നിക്കട്ടെ. നിങ്ങളുടെ മോളുടെ സ്വഭാവ ഗുണം ഈ കോളനിയിൽ മൊത്തം പാട്ടുപുസ്തക. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയ കൊള്ളാം. മനസ്സിലാവാത്തത് കൊണ്ടൊന്നും അല്ലോ അപ്പി, ഏവരെ വെറുതെ പൊട്ടം കളിക്കുന്നതാ. ആ പെണ്ണിന് പിടിയങ്ങ് പുളിങ്കൊമ്പിലല്ലേ? എന്തോ ആകാത്ത ഭാവമാ ഇപ്പോ. നിർത്തണ വർത്താനം. അല്ല ശ്രീരച്ച, എനിക്കിപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് നീരേറ്റ് കോളനിയാണോ അതോ കാശ്മീർ അതിർത്തിയോ? വീടിന് മുന്നിൽ സെക്യൂരിറ്റി വന്ന് നിൽക്കാൻ. എടി, ഇതൊക്കെ രവിവർമ്മൻ സാറിന്റെ ഏർപ്പാടാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഒരു കണക്കിന് ആലോചിച്ചാ നന്നായി ഞാൻ പറയും. ആ ത്രിവിക്രമന്റെ ജാടയൊന്നും തീർന്നു കിട്ടൂലോ. അത് ശരിയാ. അയാൾക്ക് ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാലേ പഠിക്കുള്ളൂ. നമ്മുടെ മോളെ അയാളുടെ മോന് കെട്ടിച്ചു കൊടുക്കാത്തോണ്ട് അയാൾ എന്തെല്ലാം അപവാദം പറഞ്ഞു നടക്കുന്നത്. കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യതൊന്നും. വരട്ടെടി വരട്ടെ. ഇനി അവൻ നമ്മുടെ മോളെ പറ്റി വല്ലതും പറഞ്ഞ അവന്റെ നാവ് ഞാൻ പിഴുതെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കും. നാക്ക് പിഴാനും തല പൊട്ടിക്കാനും അല്ല നിങ്ങളിപ്പോ നടക്കേണ്ടത്. നമ്മുടെ മോക്ക് ഉടനെ ഒരു നല്ല പയ്യനെ കണ്ടെത്താനാ. ഹലോ സാന്ദ്ര മാഡം.
എന്താ ഈ പേനയൊക്കെ നോക്കിയിരിക്കുന്നത്? ഈ ഓഫീസിൽ ഞാൻ നടത്തിയ ഫസ്റ്റ് പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടിട്ട് രവിവർമ്മൻ സാർ എനിക്ക് നൽകിയതാണ് ഈ പെൻ. He was never ever a boss, but a true friend. ഫയലുകളിൽ വെറും പ്രോഫിറ്റ് ലോസ് കണക്കുകൾ മാത്രമായിരുന്നില്ല ഞങ്ങൾക്കിടയിൽ. സാറിനൊരു തലവേദന വന്ന ഗുളിക കൊണ്ട് കൊടുക്കുന്നത് ഞാനായിരുന്നു. വീട്ടിൽ അമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റിന് സ്വർണമോ സാരിയോ വാങ്ങിക്കണമെങ്കിൽ ഞാൻ വേണമായിരുന്നു അഭിപ്രായം പറയാൻ. അങ്ങനെയുള്ള സാർ ഇന്ന് സാന്ദ്ര മാഡം റിലാക്സ്. സാറിന്റെ ഇന്നത്തെ മൂടത്ര ശരിയായിരിക്കില്ല. തൽക്കാലം അങ്ങനെ കരുതിയാ മതി. നോ രാജാറാം സർ, മൂഡ് സ്വിങ്സിന്റെ കാര്യമല്ല, ബാഡ് ഇൻഫ്ലുവൻസിന്റെ കാര്യമാ. സാർ എന്നോട് ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. രവിവർമ്മൻ സാറിനെ ഒളിവിൽ പാർപ്പിച്ചത് എന്തിനാണെന്നും അതിന്റെ പിന്നിലെ ഇഷ്യൂസ് എന്താണെന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അത്രയൊക്കെ ടൈറ്റ് സെക്യൂരിറ്റി മറികടന്ന് നമ്മുടെ സാർ എന്തിന് ശ്രീലക്ഷ്മിയെ കാണാൻ പോയി? അതിന്റെ ഉത്തരം സാറ് പറ. എനിക്കത് മാത്രമാണ് അറിയാനുള്ളത്. എന്ന് ചോദിച്ചാൽ ഐ എം സോറി സാന്ദ്ര മാഡം. ഈ രാജാറാം മാഡം വരുന്നതിന് എത്രയോ മുമ്പ് മുതൽ രവിചന്ദ്രവർമ്മന്റെ ഉപ്പും ചോറും തിന്നുന്നവനാ. എല്ലായ്പ്പോഴും എല്ലാം ഒന്നും തുറന്നു പറയാനാവില്ല. അതെ സാർ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇവിടെ ഇങ്ങനെ കാവല് നിന്നിട്ട് രാത്രിയാവുമ്പോ പോകുവോ? അതേ നാളെ ഉണ്ടോ? മനസ്സിലാവാത്തോണ്ട് ചോദിച്ചതാ. സോറി സാർ, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ രവിചന്ദ്രവർമ്മ സാറിന്റെ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ ആര് പറഞ്ഞാലും ഇതുപോലെ ഒരു വീട്ടിൽ ചെന്ന് കാവല് നിൽക്കോ? ഇല്ല സാർ, ഞങ്ങൾ രവിചന്ദ്രവർമ്മൻ സാറിന്റെ കമ്പനിയിലെ സ്റ്റാഫുകളാണ്. ഞങ്ങൾ സാറിന്റെ ഓർഡറുകൾ മാത്രമേ അനുസരിക്കാറുള്ളൂ. ശരി, ആയിക്കോട്ടെ. പക്ഷെ ഒരു വീടിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാവല് നിൽക്കാൻ ഒരു കാരണം വേണമല്ലോ. അതെന്താന്ന് മനസ്സിലാവാത്തത്? ഒരു കാര്യം ചെയ്യും, നിങ്ങള് രവിവർമ്മ സാറിന് ഫോൺ ചെയ്ത് ചോദിക്കും, എന്തിനാ നിങ്ങളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നെന്ന്. സോറി മാഡം, രവിചന്ദ്രവർമ്മ സാറിനെ ഞങ്ങൾ കോൾ ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം. രാജാറാം സാറാണ് ഞങ്ങൾക്ക് നേരിട്ട് എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത്. ഞങ്ങൾ കമ്പനി പറയുന്നത് പോലെ ചെയ്യൂ. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾക്കറിയില്ല. അങ്ങനെയാണ് ശ്രീടച്ച, നമുക്കൊരു കാര്യം ചെയ്യാം. രവിവർമ്മൻ സാറിനെ നേരിട്ട് ഫോൺ ചെയ്ത് ചോദിക്കാം. ശ്രീടച്ച വന്നേ. അതെ സോമ്യരെ, നടുറോഡിൽ നിന്നാണോ നിങ്ങളുടെ ധ്യാനം? ഞാനിപ്പോ ബ്രേക്ക് ഔട്ടിലായിരുന്നെങ്കിലേ റോഡിൽ പടമായേനല്ലോ. ഹലോ സ്വാമി ശരണം, നിങ്ങളോടാ ഞാൻ ഈ പറയുന്നത്, റോഡിൽ നിന്ന് മാറാൻ. ഇത് വലിയ ശല്യായല്ലോ. ഞാൻ വണ്ടി എടുക്കാൻ പോവാ. ഫുൾ ഇൻഷുറൻസ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുഞ്ഞ് രഘുചന്ദ്രവർമ്മനല്ലേ? രവിചന്ദ്രവർമ്മന്റെ അനുജൻ രാജാറാം, രവിചന്ദ്രവർമ്മന്റെ വലങ്കൈ. സ്വാമിയാർക്ക് ഞങ്ങളെയൊക്കെ അറിയാവോ? നാം എല്ലാം അറിയുന്നു കുഞ്ഞെ. ഈ ഭൂമി വിശാലമാണ്, നമ്മുടെ മനസ്സും. ഹലോ. അരെ ഓ രാജാറാം ഭായി, ഞാൻ തുടക്കമിട്ട് തന്ന ആ കറുത്ത പുഞ്ചിരികളെയൊക്കെ പുറത്തേക്ക് വലിച്ചെറിയാൻ പറഞ്ഞുവല്ലേ? മഹാപാപം മഹാപാപം. എന്താടോ
ആ പന്തുകൾ കണ്ടപ്പോ പേടിച്ചു പോയോ നീയൊക്കെ? കഷ്ടം. ഇനി ആ ഞെട്ടിൽ നിന്ന് മാറാൻ കുറഞ്ഞത് 3-4 ദിവസം പിടിക്കുമല്ലേ? സോറി, നിന്നെയൊക്കെ വെറുതെ ഞാൻ ടെൻഷനാക്കി. ഏതായാലും അതിന്റെ ഉള്ളിൽ ഞാൻ ബോംബൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ചുമ്മാ വെറുതെ നിനക്ക് നിന്റെ ബോസിനും ഫ്രീ ആയിരിക്കുമ്പോ കളിക്കാൻ. അതിനുവേണ്ടി പന്തുകൾ നല്ലതാ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ബോംബ് വെച്ച് അവനെ കൊന്ന എല്ലാം ഒറ്റയടിക്ക് തീരില്ലേ മോനെ? അതു പാടില്ല. അവൻ ഇഞ്ചിഞ്ചായി ഉരുകി വേണം തീരാൻ, മെഴുകുതിരി പോലെ. അതും നിന്റെ ആ കൺമുന്നിൽ തന്നെ. ആ പിന്നെ ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ സെക്യൂരിറ്റിയൊക്കെ വെച്ചു എന്നറിഞ്ഞു കേട്ടോ. എന്തിനാ രാജാറാം ഭായ് വെറുതെ കാശ് ഇങ്ങനെ പാഴാക്കുന്നത്? നീ ഇനി 2-3 ഉണക്ക സെക്യൂരിറ്റി അല്ല, ആ കോളനിക്ക് ചുറ്റും കോട്ട പണിഞ്ഞാലും ഈ GD തീരുമാനിച്ചാൽ ഞാൻ അതിനുള്ളിൽ നുഴഞ്ഞു കയറിയിരിക്കും. GD ഒരു സംഭവമാണ് രാജാറാമേ. നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഗൗരി. ഓക്കെ? നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ്. സ്റ്റോപ്പ്. ഓ മൈ ഗോഡ്, ഇതെന്താ ജിം പ്രൊമോഷൻ ആണോ ഇവിടെ? നമ്മുടെ ദോസ്ത് പുതിയ ജിംനേഷ്യം തുടങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ. എന്താ സ്ട്രോങ് ബോഡി, മുഴുവൻ ചിക്കനാണല്ലേ. കൊള്ളാം. അയ്യോ വേണ്ട, വെടിവെക്കല്ലേ. ഞാൻ നന്ദൻ, ഞാനിവിടെ. ദോസ് ഓടിവാ, ഓടിവാ, എന്നെ ഒരു കൊല്ലുന്നേ. ദോസ് ഓടിവാ, ദോസ്. അയ്യോ ദോസ് ഓടിവാ. അയ്യോ എന്റെ ഭഗവാനെ. അയ്യോ അയ്യോ ഓടിവാ, നമ്മുടെ നന്ദനെ ഇപ്പൊ ഒരു കൊല്ലും. അതെ, കുറെ നേരം ആയല്ലോ. എന്താ ഉദ്ദേശം? എന്തിനാ നീ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിറക്കി വണ്ടി കയറ്റിക്കൊണ്ടുവന്നത്? സ്കൂളിൽ നിന്ന് ക്ലാസ്സും കഴിഞ്ഞ് കുട്ടികളെ മടക്കി കൊണ്ടുപോകുന്ന രക്ഷകർത്താനെ പോലാണല്ലോ നിന്റെ പെരുമാറ്റം. നീ എന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നത്? ഓഫീസിൽ കുറെ ജോലികൾ പെൻഡിംഗ് ആണ്. നേരത്തെ വീട്ടിൽ പോയാൽ അതൊക്കെ ആര് ചെയ്തു തീർക്കുന്ന? അതൊക്കെ സാന്ദ്ര മേഡം നോക്കിക്കോളൂ. സാർ അതാലോചിച്ച് ടെൻഷൻ അടിക്കണമെന്നില്ല. ശരി, ആയിക്കോട്ടെ. എന്നാ നമുക്കിപ്പോ RIT കോളേജ് വരെ ഒന്ന് പോകാം. കോളേജിലോ? അതെ, ശ്രീലക്ഷ്മി ഇപ്പോ എക്സാം കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിക്കാണ്. വീട്ടിൽ ചെല്ലുമ്പോ നമ്മൾ നിയോഗിച്ച സെക്യൂരിറ്റിക്കാരെ കണ്ട് പേടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അവളോട് നേരിട്ട് എന്ന് പറയാൻ പോവാ കാര്യങ്ങൾ. നാളെ മുതൽ എക്സാമിന് സെക്യൂരിറ്റി തന്നെ അവളെ കോളേജിൽ കൊണ്ടുവിടട്ടെ. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അത് വേണ്ട. വേണ്ടേ? വൈ? നോക്ക്, ഇത് താങ്കൾക്കുള്ള ഫോണാണ്. ഈ ഫോണിൽ വിളിച്ച് ശ്രീലക്ഷ്മിയോട് സംസാരിക്കാം. ഇത് പുതിയ നമ്പരാ. സാറിന്റെ ഫോൺ ഞാൻ ഇതുവരെ റീആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. തൽക്കാലം ഇത് ഉപയോഗിച്ചാൽ മതി. വെരി നൈസ് ഓഫ് യു. താങ്ക് യു രാജാറാം. നീയാണ് യഥാർത്ഥ സുഹൃത്ത്.
താങ്ക്സ്. ഓ അത് ശരി. സാറിന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ പെടാപ്പാട് വിടുമ്പോ അതിനെ ധിക്കരിക്കുന്ന സാറ് ഇപ്പൊ ഫോൺ തന്നപ്പോ യഥാർത്ഥ സുഹൃത്തെന്ന് വിളിക്കുന്നു അല്ലേ? സോറി, നോ കമന്റ്സ്. തൽക്കാലം നമ്മൾ RIT കോളേജിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് മതി ബാക്കി സംസാരം. സാർ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാ പുതിയ മൊബൈൽ തന്നത്. ഇനി ഇതിൽ കൂടി സാറിന് അവളോട് എന്ത് പറയണോ, സാറിന് അവളിൽ നിന്ന് എന്ത് കേൾക്കണോ എല്ലാം ആകാം. പിന്നെ എന്തിന് നേരിട്ടൊരു കൂടിക്കാഴ്ച? ആ ഗൗരിദാസ് ശ്രീലക്ഷ്മിയെ കരുവാക്കി സാറിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ. വെറുതെ എന്തിനാണ് അവന് പുതിയൊരു അവസരം കൊടുക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. അല്ല, അതും ഇതും തമ്മി. അത് മാത്രമല്ല കാര്യം. സാറിനെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് ചെല്ലാന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരിക്കുക. അമ്മ അവിടെ കാത്തിരിക്കും. വെറുതെ ലേറ്റാക്കി അമ്മയെ ടെൻഷൻ എടുപ്പിക്കരുത് പ്ലീസ്. അപ്പോ താൻ വഴങ്ങില്ലെന്നർത്ഥം. ശരി, ഓക്കെ. ഏതായാലും ഫോൺ തന്നതിന് താങ്ക്സ്. കൃഷ്ണ, എന്താടി ഇത്? എന്താ എഴുതി വെച്ചിരിക്കുന്ന? നല്ല ടെൻഷനായല്ലോ. ഇതെങ്ങനെ നിന്റെ ബാഗിൽ വന്നു? അതാ എനിക്കും മനസ്സിലാവാത്തത്. അവസാനം നീ കാശ് കൊടുത്തത് ആ ഓട്ടോക്കാരനല്ലേ? അപ്പൊ അയാളായിരിക്കും തന്നത്. അയാളോ? അയാൾ എന്തിനാ ഇതൊക്കെ തരുന്നേ? ഞാനൊരു സംശയം പറഞ്ഞതാ. ചിലപ്പോ വേറെ എവിടെന്നെങ്കിലും കിട്ടിയതായിരിക്കും. ആ പോട്ടെ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഏതായാലും നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നീ എന്താടി എന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നോ? പേടിപ്പിച്ചതല്ലടി, കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. രവിവർമ്മൻ സാറിന് ചിലപ്പോ ബിസിനസ്സിൽ ശത്രുക്കളൊക്കെ ഉണ്ടാവും. എപ്പോ എങ്ങനെ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കെങ്ങനെ അറിയാം? അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് രവിവർമ്മൻ സാർ എന്ത് പറയുന്നുവോ അതുപോലെ നീ കേട്ടാ മതി. വിശ്വാസം അല്ലേ? അതെ. മോളെ എന്താ ഇത്? ഈ പരീക്ഷ സമയത്ത് ഫോൺ ഓഫ് ചെയ്തിട്ട് പഠിച്ചൂടെ? ആരാ മോളെ ഈ നേരത്ത്? അറിയില്ല അമ്മ. ശരി, പെട്ടെന്ന് നോക്കിട്ട് ബാക്കി പഠിക്കാൻ നോക്ക്. ഹലോ. ഹലോ ശ്രീലക്ഷ്മി. അയ്യോ രവി സാറ്, ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. ഇതേതാ നമ്പർ? ഞാൻ നേരത്തെ വിളിച്ചിരുന്ന താൻ നമ്പർ ഫീഡ് ചെയ്തില്ലെന്ന് മനസ്സിലായി. അല്ല, അവിടെ എന്തായ കാര്യങ്ങൾ? നാളത്തെ എക്സാമിനുള്ളതൊക്കെ പഠിച്ചോ താൻ? മോളെ ആരാ ഫോണില്? അച്ഛാ, ഇത് രവി സാറാ. രവി സാറോ? സർ, എന്തുണ്ട് കാര്യങ്ങൾ? എന്താ ഈ നേരത്തെ ഫോൺ വിളിച്ചേ? അത് കൊള്ളാം. താനല്ലേ പറഞ്ഞത് പരീക്ഷയ്ക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ എല്ലാ ദിവസവും ഞാൻ ഫോൺ ചെയ്യണമെന്ന്? അശ്ശോ, അത് ഞാൻ മറന്നു. സാരമില്ല, എന്ത് മറന്നാലും പരീക്ഷയ്ക്ക് പഠിച്ചത് മാത്രം മറക്കാതിരുന്നാ മതി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇസ് എവറിത്തിങ് ഫൈൻ? യെസ് സർ, നന്നായി പഠിച്ചു കഴിഞ്ഞതാ. ഇപ്പൊ ഞാൻ റിവിഷൻ നടത്തായിരുന്നു. മോളെ, എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്. ആ ഫോണിൽ നിന്ന്. സർ, ഒരു നിമിഷം, അച്ഛന് സംസാരിക്കണമെന്ന്. ശരി, കൊടുത്തോളൂ. ഇവളെ കാണാൻ കൊതിമൂത്ത് ലണ്ടൻ ഫ്ലൈറ്റ് പോലും ക്യാൻസൽ ചെയ്തു പോയ റോമിയോ ആണ് ദ ഗ്രേറ്റ് ബിസിനസ് ടൈക്കൂൺ മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ. ഇതിൽ ആരുടെ മരണമായിരിക്കും രവിചന്ദ്രവർമ്മനെ കൂടുതൽ വേദനിപ്പിക്കുന്നത്? നിനക്ക് പറയാമോ ഇതിലാരെ വേണമെന്ന്? ഈ ജീഡിക്ക് വേട്ടയാടി കളിക്കാൻ.
നീ ഇറങ്ങിയല്ലേ, നല്ലോണം പ്രാർത്ഥിച്ചോ മോള്? പ്രാർത്ഥിച്ചാ. ആ. അമ്മയ്ക്ക് വന്നാ പറയട്ടെ. ആ ആ രണ്ടാള് നേരെ നിന്നേ. ഏ അമ്മേ ഭഗവതി, പോയിട്ട് വരാം. നന്നായി വരും മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു അച്ഛാ. രവി, രഘുവിന്റെ സംസാരം മനഃപൂർവ്വമായിരുന്നില്ല. രാജനന്ദിനി എന്ന് കേട്ടപ്പോ തന്നെ നിന്റെ മുഖഭാവം മാറിയത് എനിക്ക് മനസ്സിലായി. മറക്കേണ്ടത് പലതും മറന്നേ പറ്റൂ. നിന്റെ മനസ്സ് ഈ അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. നോക്ക്, നീയാണ് അമ്മയുടെ ധൈര്യം. ഈ അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മരുന്നോ മന്ത്രമോ ഒന്നുമല്ല, നീയാണ്. നീ തളർന്ന അത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഓർമ്മയുണ്ടല്ലോ, പഴയ കാലത്തിന്റെ ബാക്കി തീർക്കാനാ ആ ഗൗരി ഇറങ്ങിയിട്ടുള്ളത്. എന്ത് സംഭവിച്ചാലും ഒടുവിൽ വിജയം നിന്റേതായിരിക്കുമെന്നും അമ്മയ്ക്കറിയാം. പക്ഷെ വേണ്ട മോനെ, നീ, ഈ അമ്മ, രഘു, രേഖ, നമ്മുടെ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതത്തിന്റെ ഭദ്രത നഷ്ടപ്പെടുന്ന ഒന്നും നീ ചെയ്യരുത്. ഈ അമ്മയുടെ അപേക്ഷയാണ്. എന്താ എന്താടി ഇത് കഷ്ടം. ദീപു, 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 എടാ ദീപു. സഞ്ജു സഞ്ജു സഞ്ജു, പറ്റില്ല പറ്റില്ല. ഞാൻ ജയിച്ചു. ഞാനാ ജയിച്ചത്. ദീപു, ശ്രീ, എന്താ ഈ കമ്പില്ലേ അവന്റെ ചെവിയില്? വേണ്ട, ആൾക്കാരൊക്കെ വരും. അങ്ങടുത്ത് ബഹളം ഉണ്ടാക്കും. ഈ പൊടി എവിടുന്ന?
എന്റെ ചെവി പാമ്പ് കയറിയേ. അയ്യോ, പാമ്പ് കയറി പോയേ. എന്റെ ചെവിയില് പാമ്പ് കയറി. അയ്യോ, എന്റെ ചെവിയില് പാമ്പ്. പാമ്പല്ല, ദേ ഇതാ. ദീപു, ദീപു എഴുന്നേക്ക്. അയ്യോ, ഭൂമി കുലുക്കം, ഭൂമി കുലുക്കുന്നേ. അയ്യോ കൃഷ്ണ, ഓടിക്കോ, ഓടിക്കോ കൃഷ്ണ. ദീപു ഒന്ന് മിണ്ടാതിരിക്ക. രവി സാറ്. ഹായ് രവിവർമ്മ സാറ്. സാറ് നമസ്കാരം. ഹലോ, എന്തേത് പ്രതിമയെ പോലെ? നോ റെസ്പോൺസ്. സർ, ഇങ്ങനെ പറയാതെ ചോദിക്കാതെ വന്നാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടി ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക്. Come on, relax. It's me, myself here. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അല്ല, ഞാൻ ഇവിടെ ഉണ്ടാവുന്ന സാറിന് എങ്ങനെ മനസ്സിലായി? സിമ്പിൾ, എന്റെ ഇൻഫോമേഴ്സ് അവര്. ശരി ശരി, സമയം പാഴാക്കണ്ട. രണ്ടുപേരും പഠിച്ചോ. എനിക്ക് അല്പം പണിയുണ്ട് ഇവിടെ. എന്ത് പഠിക്കാനോ? സാർ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ സാറിനോട് സംസാരിക്കാതെ പഠിക്കുന്ന എങ്ങനെയാ? ഞാനേ തന്നെ കാണാൻ വന്നതല്ല. ഐ ഹാവ് സം അതർ തിങ്സ് ടു ഡു. രണ്ടുപേരും മിണ്ടാതിരുന്ന് പഠിച്ചോളൂ. താനെടുക്ക്. സർ, ചിയേഴ്സ്. അല്ല, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ? ഇത് പരീക്ഷക്കാളും മുഖ്യമല്ല സർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പോ തന്റെ കോളേജ് എക്സാം ആണ് മുഖ്യം. ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ വയ്ക്കാം. മാർക്കറ്റിംഗ് സ്റ്റഡീസിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ആണോ? എങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒന്നല്ല, 3 എണ്ണം. എന്താ സർ, ആ ബുക്ക്. ഓക്കെ,
ശരി ശരി ഇനി മതി, ഞാൻ പോവാ. ആ ഉറക്കം വരുമ്പോ ഇതാ എല്ലാം ഇവിടെ ഉണ്ട്. പാല്, തേയില, പഞ്ചസാര. താൻ പരീക്ഷ നന്നായിട്ട് എഴുതുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ലക്ഷ്മി. ഗുഡ് ഈവനിങ്. ആഹാ, അത് ശരി. അപ്പൊ നീ മണം പിടിച്ച് ഇവിടെ എത്തി അല്ലേ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ഉറക്കമൊന്നുമില്ലേ രാജാറാം? ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചാലോ? എടാ, ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാണെന്നറിയാമോ? പ്രണയിക്കുന്നവന്റെ സുഹൃത്താകാന്നുള്ളതാ. ഞാനിപ്പോ അത് അനുഭവിച്ചോണ്ടിരിക്കുക. അതിന് താങ്കളെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലല്ലോ, താങ്കളല്ലേ വലിഞ്ഞു കയറി വന്നത്. താങ്കൾ നിന്റെ നീ നേരത്തെ പറഞ്ഞില്ലേ മണം പിടിച്ചെന്ന്. ഇപ്പൊ ഇതാ ക്ഷണിച്ചില്ലെന്നും പറയുന്നു. ജോലി ഒരു കാവൽ നായുടേതാകുമ്പോ ഇത് രണ്ടും വേണ്ടി വരും. യജമാനന് വേണ്ടിയാ ഈ ത്യാഗം. അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, ഒരാൾക്കൊരു ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വരണോ? ഇത്രയും നാളിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും നീ എന്നോട് ചോദിച്ചിട്ടുണ്ടോ, രാജാറാം നീ രാത്രിയൊക്കെ ജോലി ചെയ്യുന്നതല്ലേ, ഒരു ചായ ഇട്ട് തരട്ടെ എന്ന്? പണിയെടുക്കുന്നവനൊന്നും ചായ ഇട്ട് കൊടുക്കില്ല ഈ മുതലാളി. ഏതായാലും നീ ഇപ്പൊ ഒരു റൊമാൻറ്റിക് ഹീറോ കളിക്കുകയല്ലേ. ദേ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്കൊരു തട്ടുകട ഇട്ടാ മതി. പരീക്ഷയ്ക്ക് എല്ലാ ദിവസവും അവക്ക് ചായ ഇട്ട് കൊടുക്കാം. വൈകുന്നേരം ആകുമ്പോ പോക്കറ്റിൽ 10 കാശും തടയും. പെട്രോൾ അടിച്ച് ദിവസം വരെയും വേണ്ട. എന്തു പറയുന്നു? നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ക്യാഷ് കൗണ്ടറിലിരിക്കും. നീ പോയി പൊറോട്ട അടിക്കാൻ പഠിച്ചിട്ട് വാ. പ്രണയത്തിലൊഴിച്ച് വേറെ ഏത് ബിസിനസ്സിലും നമ്മൾ പാർട്ട്നേഴ്സാണ്. ഇപ്പൊ നീ വണ്ടി എടുക്ക, എനിക്ക് പുറകി ചാരിയിരുന്നൊരു റൊമാൻറ്റിക് സ്വപ്നം കാണും. കൃഷ്ണേ, വെയിറ്റ്. നീ എന്താ ഞാൻ വരുന്നതിന് ഇറങ്ങിയത്? എന്താ എത്ര ധൃതി? ധൃതിയൊന്നുമില്ല, ഇന്ന് ദേവുന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അവള് കോവിലിൽ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ കേറിയിട്ട് നിന്നെ കാത്തു നിൽക്കാന്ന് കരുതി. ആഹാ, ഹാപ്പി ബർത്ത്ഡേ ദേവു. താങ്ക് യു ചേച്ചി. എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ, എന്റെ കൂടെ നിന്ന് താമസിക്കണ്ട. അതെ, ഹാപ്പി ബർത്ത്ഡേക്ക് ട്രീറ്റ് വേണം കേട്ടോ. ഏറ്റു. എന്താടി, നീ 6 അഡീഷണൽ ഷീറ്റ് വാങ്ങിച്ചോ? എനിക്ക് ആ ബുക്ക്ലെറ്റിൽ തന്നെ പേജ് ബാക്കി വന്നു. അപ്പൊ നീ നന്നായി എഴുതിയല്ലേ? ആ കൃഷ്ണ, രവിവർമ്മൻ സാറ് തന്നെ നേരിട്ട് വന്ന് ചായ ഉണ്ടാക്കി തന്നല്ലോ. അതാ നീ പരീക്ഷ നന്നായി എഴുതിയത്. നാളത്തെ പരീക്ഷയ്ക്ക് ചായക്ക് സാറിനോട് ഓർഡർ കൊടുത്തോ? ശ്രീ, എന്താടി എക്സാം നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ടും നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. അറിയില്ല കൃഷ്ണ, മനസ്സിന് വല്ലാത്ത വിഷമം. നമ്മള് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോ ആ ഈശ്വരമ്മ വന്ന് എന്തൊക്കെ പറഞ്ഞില്ലേ, അതിനുശേഷം വല്ലാത്ത ടെൻഷനാടി. ഈശ്വരിയമ്മ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നതല്ലേ, നീ അതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കണ്ട. ഇല്ല കൃഷ്ണ, ഈശ്വരമ്മ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. കാറ് കിടപ്പുണ്ട്, വാ പോവാം. അയ്യോ, പോലെ 1 മിനിറ്റ്. ശ്രീ, നീ പൊയ്ക്കോ. ഞാൻ ഇപ്പഴേ ഓർത്ത്
എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്, അത്യാവശ്യം. സാറെന്താ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നില്ലേ? ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനുള്ളതുകൊണ്ടല്ലേ സാർ ഇന്ന് അമ്പലത്തിൽ വന്നത്, അല്ലെങ്കിൽ വരുമായിരുന്നോ? അതെന്താ താൻ അങ്ങനെ ചോദിക്കുന്നത്? മുമ്പ് മുരുകന്റെ കോവിലിൽ പോയപ്പോ കൈകൂപ്പി തൊഴുതില്ല. കാവടി തൊള്ളാൻ ഞാൻ വിളിച്ചപ്പോ ആദ്യം സാർ വന്നില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴല്ലേ സാർ വന്നത്. ആര് പറഞ്ഞു? താൻ നിർബന്ധിച്ചോണ്ടൊന്നുമല്ല, എനിക്കിഷ്ടമായിരുന്നു, അതാ വന്നത്. അപ്പോ ഇന്നിവിടെ വന്നതും ഇഷ്ടമായതുകൊണ്ടാണോ? തീർച്ചയായിട്ടും. നോക്ക് ശ്രീലക്ഷ്മി, ഈ രവിചന്ദ്രവർമ്മൻ മനസ്സിന് ഇഷ്ടമല്ലാത്തത് ഒന്നും ചെയ്യില്ല. ഇത് താൻ സ്വന്തം മനസ്സിൽ കുറിച്ചു വെച്ചോ. നമുക്കിഷ്ടമുള്ളതേ നമ്മൾ ചെയ്യാവൂ, ഇഷ്ടമുള്ളത് മാത്രം. വാ, അത് സരോജം. എന്താ? സരോജം, പെട്ടെന്നൊരു ഗ്ലാസ് ചായ എടുത്ത്. ആ, എന്റെ പാൻസ് എവിടെ വെച്ചിരിക്കുന്നേ? തേച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, ഇതെന്താ കയറി വരുന്നതിന് മുന്നേ എവിടെ പോകാനുള്ള മട്ടാണല്ലോ. ഇതെന്താ കിടന്ന് പിടച്ചടിക്കുന്നേ? എന്ത് പറ്റി? പതിവില്ലാതെ വന്നുടനെ പുറത്തു പോകുന്നു. എടി, ഞാൻ നമ്മുടെ നന്ദൻ ദോസ്തിനെ ഫോൺ ചെയ്തിരുന്നു, പ്രൈവറ്റായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറയാൻ. അപ്പ പറഞ്ഞത് ഇന്ന് മീറ്റ് ചെയ്യാന്നാ. ഏതോ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ആള് കാത്തു നിൽക്കും. അപ്പൊ അയാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ധൃതിയിൽ റെഡിയാവണത്. എന്റെ കരിക്കൂത്തിയമ്മേ, ഇന്നാണ് ഒരു കാര്യം വെച്ച് താമസിപ്പിക്കാതെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ പയ്യനെ ഒരുപാട് തിരക്കുള്ളതാ. പറഞ്ഞ സമയത്തിന് തന്നെ അവിടെ എത്തണം. ദാ ചായ കുടിക്ക്. ഞാനേ അടുക്കളയൊന്ന് ഒതുക്കിട്ട് വരാമേ. ഓ എന്റെ ഭഗവാനെ, ഇതൊന്നും കഴിഞ്ഞിരുന്നെങ്കിൽ തലയിലെ ഭാരം ഒഴിഞ്ഞു കിട്ടുമായിരുന്നു. കുട്ടിയുടെ പേരുന്നാളും പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി, തിരുവാതിര. ഭർത്താവിന്റെ പേരുന്നാളും പറഞ്ഞോളൂ. അത് പിന്നെ രവിചന്ദ്രവർമ്മൻ, വിശാഖ നക്ഷത്രം. സുഖദാമ്പത്യ ജീവനം പ്രാപ്തിരസ്തു. ഇനി ദോസ്ത് മനസ്സ് തുറന്നു പറഞ്ഞോളൂ, എന്താണ് എന്നോട് ഇത്ര സംസാരിക്കാനുള്ള പ്രധാന വിഷയം? ഞാൻ എങ്ങനെ സൂചിപ്പിക്കും നീ എന്റെ മോളെ വിവാഹം കഴിക്കുന്നു? എങ്ങനെയാ പറഞ്ഞു തുടങ്ങേണ്ടത്? ഒന്നും പെട്ടെന്ന് നാവിൽ വരുന്നില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. എന്താ അകത്തിരിക്കണോ? നമുക്കിരുന്ന് സംസാരിക്കാം. ഞാൻ വെറുതെ ഇവിടെ പുറത്ത് നിന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു സ്ഥാപനം. ഏയ് വേണ്ട വേണ്ട, ഇരിക്കണമെന്നൊന്നുമില്ല.
അത് പിന്നെ മോൾക്ക് പരീക്ഷ നടക്കുക. അറിയാം, ഇന്ന് മാർക്കറ്റിംഗ് ആണ് സബ്ജക്ട്. രവിവർമ്മൻ സാറ് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നു. ഉറപ്പായും ശ്രീലക്ഷ്മി ഇന്ന് അടിപൊളിയായിട്ട് എഴുതി കാണും. ഇതൊക്കെ ദോസ്ത് എങ്ങനെ അറിഞ്ഞു? ഓ, മോള് ഫോൺ വിളിച്ചിരുന്നു അല്ലേ? എനിക്കറിയാം, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്ന്. ഏയ്, ഒരിക്കലുമില്ല. ഇതൊക്കെ ഒരു ഊഹം പറച്ചിലല്ലേ? ദോസ്ത് വന്ന കാര്യം പറ, അതാണ് ഇമ്പോർട്ടന്റ്. അത് പിന്നെ ഞാൻ പറയാമെന്നത്, ദോസ്ത് അത് സ്വയം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്റെ ജോലി എളുപ്പമായേനെ. എന്താ ദോസ്ത് ഇത്? ഞാനൊരു സാധാരണ മനുഷ്യനാ, സൈക്കോളജിസ്റ്റ് അല്ല, മനസ്സ് വായിച്ചെടുക്കാൻ. എന്താണെങ്കിലും പോരട്ടെ, അവൻ പറയൂ, എന്താണ് ദോസ്തിന് പറയാനുള്ളത്? എന്താ വിഷയം? ആഹാ, ഇതാ നമ്മുടെ ശ്രീലക്ഷ്മി മാഡം പെട്ടെന്ന് അങ്ങോട്ട് ഉഷാറായല്ലോ. ആ, നീ വന്നോ? വണ്ടിയുടെ മുൻ സീറ്റിലൊരു കവറുണ്ട്, എടുത്തിട്ട് വാ. അത് തുറന്ന് സാധനം പുറത്തെടുക്കും. നീ റെഡിയായിരുന്നോ സരോജം? നമ്മുടെ മോളുടെ നന്ദദോസിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ, ഉടൻ തന്നെ. എന്റെ കരിക്കുത്തിയമ്മേ, ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. താങ്ക് യു. സർ, രണ്ടുപേരും ഒരേ സമയം സംസാരിച്ച വീട്ടിലെ വിരുന്നുകാര് വരുന്നാ പറയാറുള്ളത്. ബെസ്റ്റ്. ഞാനിപ്പോ കോളേജിൽ പോകുന്ന ഇതൊക്കെ പഠിക്കാനാണ്. ദീസ് ആർ മിയർ സൂപ്പർസ്റ്റിഷ്യസ്. ആയിരിക്കും. ഇതൊക്കെ പലരും പറഞ്ഞു കേട്ട് പഠിച്ചതാ. ഇതുപോലെ കുറെ ഉണ്ട് സർ. മഴയും വെയിലും ഒരുമിച്ച് വന്ന കുറുക്കന്റെ കല്യാണാണെന്ന് പറയും. വീട്ടിൽ പാത്രത്തിൽ പാല് തിളച്ചു തൂകിയാൽ പണം വരുന്നു പറയും. കാക്ക കരഞ്ഞ വിരുന്നുകാര് വരുന്നു പറയും. അങ്ങനെ അങ്ങനെ അങ്ങനെ. മതി മതി മതി. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അവധി എടുത്തിട്ട് വന്നോളാം, എന്നിട്ട് ബാക്കി കേട്ടോളാം. പോരെ? ചെലപ്പോ തോന്നും ഇതൊന്നും വെറും തമാശയല്ലാന്ന്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചില്ലേ, അപ്പൊ വീട്ടിലൊരാള് വിരുന്നിന് വരുന്ന പോലെയാണ്. അതാരാ വിരുന്നുകാരൻ? മറ്റാര്? സാറ് തന്നെ.
സാറാണ് ഇന്ന് സുദർശനം വീട്ടിലെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ശരി, സമ്മതിച്ചു. അത് സത്യമാണ്, ഞാൻ നിങ്ങളുടെ ഗസ്റ്റാ. പക്ഷേ സ്പെഷ്യൽ ഗസ്റ്റ് ഞാനില്ല. ദാ, അവിടെ നിൽക്കുന്ന ആ സാറാണ്. ഹലോ. നോക്ക്, ചമ്മി നിൽക്കുക നമ്മുടെ രാജാറാം സാറ്. ശ്രീടച്ച, നിങ്ങളിന്ന് വേഗം പോയിട്ട് വരുമോ? ഇവരോടൊക്കെ ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നേ? സാന്ദ്ര മാഡത്തിന് പല തിരക്കുണ്ടാവും അവിടെ, വെറുതെ സമയം കളയാനായിട്ട്. ആ ശരി ശരി, നീ കിടന്ന് തുള്ളാതെ, ഞാൻ ഇറങ്ങി. ശരി ശരി, ഇനി വൈകിക്കണ്ട, പോയിക്കോളൂ. നമുക്ക് കാണാം. പിന്നെ ഓരോന്ന് ആലോചിച്ച് സമയം പാഴാക്കരുത്. പരീക്ഷ കഴിയും വരെ പഠിത്തം മാത്രമേ തലയിൽ കയറാവൂ. അതിനാ താൻ ആവശ്യപ്പെട്ട പുസ്തകം വാങ്ങിച്ചു തന്ന. ശരി സർ, ഞാൻ പഠിച്ചോളാം. ഓക്കെ, ബൈ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ശ്രീലക്ഷ്മിയുടെ അച്ഛന് സുഖമല്ലേ? സുഖമാണ് സാർ. അല്ല, സാർ എന്തിനാ ഇവിടെ ഒന്ന് സംസാരിക്കുന്നത്? വീട്ടിലേക്ക് പോവാം സാർ, വരൂ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വേറൊരു ദിവസം വരാം ഞാൻ. അച്ഛാ, സാർ എനിക്ക് കിട്ടാതിരുന്ന 2 ബുക്ക് കൊണ്ടുതരാൻ വന്നതാ. സാറിന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു, അതാ ക്ഷണിച്ചിട്ടും കേറാത്തെ. ബുക്കോ? അതെ, ഞാൻ രാവിലെ അച്ഛനോട് പറഞ്ഞിരുന്നു ബിസിനസ് മാനേജ്മെന്റിന്റെ ബുക്ക് വായിക്കാൻ ലൈബ്രറി പോവൂന്ന്. പക്ഷെ എനിക്ക് ലൈബ്രറി പോവാൻ പറ്റിയില്ല. ഇപ്പൊ ആ ബുക്ക് സാറ് കൊണ്ടു തന്നു. ഇനി എനിക്ക് സമാധാനമായിട്ട് പഠിക്കാം. താങ്ക് യു സാർ. സാറ് നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മറക്കില്ല സാർ ഇതൊന്നും. അങ്ങനൊന്നുമില്ല. ശ്രീലക്ഷ്മി നന്നായി പഠിച്ച് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം. അതല്ലേ ശ്രീലക്ഷ്മിയുടെ അച്ഛന് വേണ്ടത്? അതല്ലേ നമുക്ക് വേണ്ടത്? അതെ സാർ, അതാണ് എന്റെ സ്വപ്നം. അച്ഛാ, അച്ഛൻ ചെല്ല്, സാറ് വിളിക്കുന്നല്ലേ. ഇതെന്തു പറ്റി? ഫോൺ കട്ട് ചെയ്യാണല്ലോ. ആഹാ, അങ്കിളിരിക്കൂ. ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ മാഡത്തിനെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അങ്കിളിന് ശ്രീലക്ഷ്മിയെ കുറിച്ച് എന്ത് പറയാനുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് എന്നോട് പറയാം. അവൾ എനിക്ക് സ്വന്തം സിസ്റ്ററിനെ പോലെയാ. താങ്ക് യു മാഡം. മാഡം തന്നെ പറഞ്ഞില്ലേ നന്ദൻ നല്ല പയ്യനാണെന്ന്. ഞങ്ങൾക്കും അയാള് വളരെ ഇഷ്ടമാണ്. നന്ദനും മോളും തമ്മിൽ പരസ്പരം ഇഷ്ടമാണെന്ന് മാഡം തന്നെ എന്നോട് പറഞ്ഞിരുന്നു. തീർച്ചയായും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. They seems to be made for each other. നല്ല പൊരുത്തമുണ്ട് രണ്ടാളും. സന്തോഷം. പക്ഷേ
എനിക്ക് നന്ദനെ പറ്റിയോ അവന്റെ കുടുംബത്തെ പറ്റിയോ ഒന്നും അറിയില്ല. അതാണ് പ്രശ്നം. രവിവർമ്മൻ സാറ് മോൾക്ക് ജോലി കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ വരികയും നമ്മളെയൊക്കെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ സാറ് അവന്റെ വീട്ടുകാരെയും പരിചയപ്പെട്ട് കാണില്ലേ? അപ്പൊ അവരെ കുറിച്ചൊന്നും അറിയാൻ. ഇല്ല അങ്കിൾ, ഞങ്ങൾ ആരും ഞങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് രവിവർമ്മൻ സാറിനോട് പറയാറില്ല. സാർ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാറും ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ അങ്കിള് വിഷമിക്കണ്ട. ശ്രീലക്ഷ്മിയും നന്ദനും തമ്മിലുള്ള വിഷയം രവിവർമ്മൻ സാറിനോട് സംസാരിക്കാനാണെങ്കിൽ ഞാൻ സാറുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരാം. ഇതിനുവേണ്ടി രവിവർമ്മൻ സാറിനെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല എനിക്ക്. നന്ദന്റെ വീട്ടുകാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതാണ് ആവശ്യം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നന്ദന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അന്വേഷിച്ചു തന്നാലോ? അല്ല, അങ്കിളിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട. അയ്യോ, തീർച്ചയായിട്ടും. പക്ഷേ മാഡത്തിന് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അങ്കിൾ. ഇൻഫാക്ട് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദൻ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാ. അവന്റെ അച്ഛനും അമ്മയും പോയ ശേഷം ഗ്രാൻഡ് പേരന്റ്സിനോടൊപ്പം. അവരുടെ മരണശേഷം നന്ദൻ എബ്രോഡ് പോയി. പിന്നെ ഗ്രാൻഡ് പാരന്റ്സിന് ഇവിടെ എന്തൊക്കെയോ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു. പഠനം കഴിഞ്ഞ് നാട്ടിൽ വന്ന ശേഷം അയാൾ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമായിരുന്നു. അയാളുടെ റിലേറ്റീവ്സിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. പിന്നെ ഇവിടെയുള്ളപ്പോ അവന്റെ ലോക്കൽ ഗാർഡിയൻ രവിവർമ്മൻ സാറാ. എന്താ നീ ഉറങ്ങാത്തെ? മനസ്സിലെന്തോ ഒരുതരം ഭയം തോന്നുന്നു. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയില്ല. അപ്പൊ തോന്നി അമ്മയോട് പറയാന്ന്. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കേക്കുന്നേ? രവിചന്ദ്രവർമ്മന് ഭയമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും. എന്റെ അമ്മ, പേടിയെന്ന് പറയുന്ന ഭയമല്ല, ഇത് മറ്റൊന്നാ, തികച്ചും ഇമോഷണൽ.